നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. എന്താ കാര്യം? താങ്ക് യു. ഐ ആം സേവിയർ. സേവിച്ചനെന്ന് വിളിക്കും. ഞാൻ തോമസ്, തൊമ്മിച്ചനെന്ന് വിളിക്കും. അയാൾ അപ്പു, അപ്പച്ചാന്ന് വിളിച്ചോ? സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബിന്റെ വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്യാൻ മിനിസ്റ്റർ വരാമെന്ന് ഏറ്റിരുന്നതാ. പക്ഷെ അവസാന നിമിഷം മിനിസ്റ്റർ ആ പ്രോഗ്രാം റദ്ദ് ചെയ്തു. ഇത്തിരി പ്രശസ്തിയുള്ള ആരെങ്കിലും ഉദ്ഘാടനത്തിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ കുഴയും. അവസാനം ആലോചിച്ചപ്പോ ദിലീപിന്റെ പേരാ പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ ഒന്ന് സഹായിക്കണം. ഈ പ്രോഗ്രാം ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോ ഒന്നാമത് എനിക്ക് എന്നെ ആരും അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ദിലീപിന്റെ അത്ര പ്രശസ്തി ഇപ്പൊ മറ്റാർക്കുണ്ട്? പറ്റില്ലെന്ന് പറയരുത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ആകെ നാറും. ഞങ്ങൾ ശരി, ഞാൻ വരാം. പക്ഷെ കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തിക്കണം. ഷൂട്ടിംഗ് ഉള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. നിങ്ങളും കൂടിയൊക്കെ വരണം. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ബൈ. ഓക്കെ ഓക്കെ. ആ, ക്ലബ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. പരിപാടിക്ക് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. വരൂ പ്ലീസ്. അപ്പുറത്തൂടി ഇപ്പുറത്തൂടി ഇറങ്ങടാ. വരണം. സാമ്പിളായിട്ട് ഡിന്നർ ഒന്ന് ഡീസന്റ് അവിടെ. വരണം. ഇരിക്കെ. അവിടെ ഇരിക്കും. പ്ലീസ്. എത്ര മണിക്ക് ഉദ്ഘാടനം? ഉദ്ഘാടനം അല്ല, കൃത്യസമയത്ത് തന്നെ നടക്കും. ടെൻഷൻ അടിക്കാതെ. ഉദ്ഘാടന സ്ഥലം എവിടെയാ? ആ, ഏതാണ്ട് ഇതൊക്കെ തന്നെയാ ഉദ്ഘാടന സ്ഥലം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. സ്റ്റേജ് ഇല്ല, മൈക്കില്ല, ഓഡിയൻസും ഇല്ല. അതൊന്നും സാരമില്ല. ആ, എങ്കിൽ പിന്നെ ഉദ്ഘാടനം അങ്ങ് തുടങ്ങിയേക്കാൻ കാണിച്ചു തരാം. നിന്നെയല്ല, അവന്മാരെ. നീയേ ലൂക്കോച്ചായന്റെ നേർച്ചക്കൂഴിയാ. നിന്നെ തല്ലിയ ലൂക്കോച്ചായന് പിടിക്കില്ല. ശരിക്കും പൂച്ചറ അവന്മാരെ. ഇനി നിന്നെ തല്ലിയാൽ നീ ചത്തുകൂടാ എലുമ്പാ. മക്കളെ, ഇനി നിർത്തിക്കേ. ഇതാണ് പിള്ളേരല്ലേ? അതെ. ഉദ്ഘാടനം കഴിഞ്ഞോടാ സേവിച്ച? ആ, കുറേശ്ശൊക്കെ. തൊമ്മച്ചനോ? ഈ പറഞ്ഞ പോലെ. കൊള്ളാം. മോന്റെ പേരെന്താന്നാ പറഞ്ഞേ? ദിലീപ് അല്ലേ? ഖുശ്ബുവിന്റെ പുതിയ രക്ഷകൻ. ആ മോന്റെ കൈയൊന്നും നീട്ടിക്കേ. പേടിക്കൊന്നും വേണ്ട. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലുവെച്ച ഒന്നാം തരം ഒരു സ്വർണ മോതിരം. പിന്നൊരു നിനക്ക് തന്ന ഈ മോതിരം എനിക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അത് ചിലപ്പോ ഈ വിരൽ മുറിച്ചിട്ടായിരിക്കും, ചിലപ്പോ ഇവിടെ മുറിച്ചിട്ടായിരിക്കും, ചിലപ്പോ നിന്നെ കൊന്നിട്ടായിരിക്കും. അതെല്ലാം നിന്റെ പെരുമാറ്റം പോലിരിക്കും. അല്ലേ? അല്ലേടാ? പിന്നെ ദിലീപേ, ഖുശ്ബുവിന്റെ പുറകെയുള്ള നടപ്പില്ലേ, അതൊക്കെ നിർത്തിയേക്കണം. അതൊന്നും അച്ചായന് ഇഷ്ടമുള്ള കാര്യമല്ല, അറിയാലോ. പിന്നെ ഇവന്മാർക്കും ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, പിന്നീട്. സേവിച്ച എന്തോ? തുമച്ച, ഓ, ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് പറഞ്ഞു വിട്ടേ.